താമരശ്ശേരി ചുരം കടന്ന് നമ്മൾ വയനാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ താമരശ്ശേരി ചുരം വളരെ പ്രശസ്തമായ ചുരമാണെന്ന് എല്ലാവർക്കും അറിയാം. വളരെ ഭംഗിയുള്ളതും അതേസമയം പേടിപ്പെടുത്തുന്ന കൊല്ലികളുമുള്ള ഒരു ചുരമാണിത്. വയനാട്ടിലേക്ക് പോകാൻ കണ്ണൂർക്കാർക്ക് പാൽച്ചുരവും കോഴിക്കോടുകാർക്ക് താമരശ്ശേരി ചുരവുമാണ് നല്ലത്. ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായി കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇത്തവണ KSRTC ബസ്സിലാണ് യാത്ര ചെയ്തത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായ ഷെയ്ക്കിംഗ് ഒക്കെ ഉണ്ട്. വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഷെയ്ക്ക് ചെയ്ത് ഒരു ഭംഗി കുറവൊക്കെ ഉണ്ട്. കാണുന്നവർ ഒന്ന് ക്ഷമിക്കണം. കാരണം ഇത്രയും മനോഹരമായ സ്ഥലം നമുക്കൊരു വണ്ടിയിലോ മറ്റോ പോവുകയാണെങ്കിൽ നമുക്കിതൊക്കെ ഷൂട്ട് ചെയ്യാം. പക്ഷേ സ്റ്റേറ്റ് ബസ്സിലായതുകൊണ്ട് ഈ ഓരോ വളവ് തിരിയുമ്പോഴും ഭയങ്കരമായി ബസ് ഇങ്ങനെ കുലുങ്ങുന്നുണ്ടായിരുന്നു. വയനാട്ടിലേക്കുള്ള ഏറ്റവും മനോഹരമായ ചുരം താമരശ്ശേരി ചുരമാണ്. കോഴിക്കോട് നിന്ന് അടിവാരം വഴി കയറിപ്പോകുന്ന 9 ഹെയർപിൻ വളവുകളുള്ള ചുരമാണ് ഇത്. ഇത് ആരെയും ആകർഷിക്കും. ഈ താമരശ്ശേരി ചുരം കടന്നു പോകുമ്പോൾ ചുറ്റിലുമുള്ള പ്രകൃതിയും നമ്മളും ചേർന്ന് ഒരു പ്രത്യേക വൈബിലൂടെയാണ് യാത്ര ചെയ്യുക. മുകളിലേക്ക് പോകുന്തോറും നമുക്ക് കോടയിൽ പൊതിഞ്ഞ മലനിരകളും എല്ലാം നമ്മളെ വെൽക്കം ചെയ്യും. ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇടയ്ക്ക് ചെറിയ ചെറിയ ടൗണുകളൊക്കെ കടന്ന് പോകുന്നുണ്ടെങ്കിലും കൂടി പ്രധാനമായും ഈ വളവുകൾ എത്തുമ്പോൾ ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ടൊക്കെ കാണാം. പിന്നെ മനോഹരമായ മലനിരകളും ഒക്കെ ഭയങ്കരമായ രസമാണ്. താമരശ്ശേരിക്കടുത്ത് അടിവാരത്ത് തുടങ്ങുന്ന 12 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഈ വഴിയിൽ കഠിനമായ 9 ഹെയർപിൻ വളവുകളാണുള്ളത്. ഈ പാത അവസാനിക്കുന്നത് വയനാട് ജില്ലയിലെ ലക്കിടി എന്ന സ്ഥലത്തും. 9ാമത്തെ ഹെയർപിൻ വളവിലെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ കോഴിക്കോട് ജില്ലയുടെ മൊത്തത്തിലുള്ള ഒരു ദൃശ്യം കാണാൻ പറ്റും. കണ്ണൂർക്കാർക്ക് വയനാട്ടിലെത്താൻ ഏറ്റവും നല്ല എളുപ്പവഴി പാൽച്ചുരം കടന്നാണ്. പാൽച്ചുരം വളരെ ഡേഞ്ചറസ് ആണ്. താമരശ്ശേരി ചുരം അത്യാവശ്യത്തിന് റോഡുകളൊക്കെ വീതിയൊക്കെ ഉണ്ട്. പാൽച്ചുരം മഴക്കാലത്തൊന്നും ഒരിക്കലും അതുവഴി പോകരുത്. തുടക്കത്തിൽ കോടയിൽ മുങ്ങിയ മലനിരകൾ കണ്ണിനും മനസ്സിനും അതീവ സന്തോഷം തരും. പിന്നെ പേടിപ്പെടുത്തുന്ന കൊല്ലികൾ താഴോട്ട് നോക്കുമ്പോൾ ശരിക്കും വിറക്കും. മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കുമുള്ള അന്തർ സംസ്ഥാന പാതയായും ചുരം അറിയപ്പെടും. ചുരത്തിൽ അത്രയധികം വാഹന നിരകളോ തിരക്കുകളോ അധികം കാണില്ല. എന്നാൽ സന്ദർശകരുടെ നല്ല തിരക്കുണ്ട്. അവിടെയായി ഓരോ വളവിലും അവർ വണ്ടി നിർത്തി ചുറ്റിലുമുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല മഞ്ഞുണ്ട് പുറത്ത്. നല്ല കോടമഞ്ഞാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ നദികളും ചെറിയ ചെറിയ താഴ്വാരങ്ങളും ഒക്കെ കാണാം. കേരളത്തിൻ്റെ വ്യവസായ, വാണിജ്യ, ടൂറിസം മുന്നേറ്റങ്ങൾക്ക് ഈ പാതയുടെ പങ്ക് ഏറെയാണ്. ഇനി നമുക്ക് ഈ താമരശ്ശേരി ചുരത്തിനെ പറ്റിയുള്ള കഥ കേൾക്കാം. ഈ താമരശ്ശേരി ചുരത്തിന് പിന്നിൽ
ഒരു വലിയ രക്തസാക്ഷിത്വം കാണാം. ബ്രിട്ടീഷുകാരാണ് ഈ പാത വികസിപ്പിച്ചത്. ഈ വഴി കാണിച്ചു കൊടുത്ത കരിന്തണ്ടൻ എന്ന ആദിവാസിയെ ഈ കണ്ടുപിടുത്തത്തിൻ്റെ ഖ്യാതി സ്വന്തമാക്കാനായി ബ്രിട്ടീഷുകാർ കൊന്നുകളഞ്ഞു എന്നത് ഒരു പരമാർത്ഥമായ കഥയാണ്. കരിന്തണ്ടൻ എന്ന ആദിവാസിയായിരുന്നു വയനാട്ടിലേക്കുള്ള ഈ വഴി ബ്രിട്ടീഷുകാർക്ക് കാണിച്ചു കൊടുത്തത്. കാര്യം കഴിഞ്ഞപ്പോൾ അവർ കരിന്തണ്ടനെ കൊന്നുകളഞ്ഞു. ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നറിയില്ല. കഥകൾക്ക് ചിലപ്പോൾ സത്യവും ഒളിഞ്ഞിരിക്കുന്ന അസത്യങ്ങളും ഉണ്ടാവാം. ഈ ആദിവാസിയുടെ ആത്മാവിനെ ബന്ധിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ചങ്ങലമരം വയനാട്ടിലെ ലക്കിടിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ വീഡിയോയിൽ ചുരം കയറുമ്പോഴും ചുരം ഇറങ്ങുമ്പോഴും ഉള്ള വീഡിയോ കാണാം. കയറുമ്പോൾ ബസ് വളരെ സ്ലോ ആയിട്ടാണ് പോവുക. ഞാൻ പറഞ്ഞല്ലോ 9 ഹെയർപിൻ വളവുകളുണ്ട് എന്നും. ചിലപ്പോൾ ബസ് വളരെ നിർത്തിയും മറ്റുള്ള വാഹനങ്ങൾക്ക് സൈഡ് കൊടുത്തും വളരെ മെല്ലെ നീങ്ങിയാണ് പോകുന്നത്. ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് സ്പീഡിൽ വണ്ടി ഓടിച്ചാൽ ഒരുപക്ഷെ കൊക്കയിലേക്ക് മറിഞ്ഞു പോകാം. പക്ഷേ തിരിച്ചു വരുമ്പോൾ അങ്ങനെയല്ല. ഈ 9 ഹെയർപിൻ വളവുകൾ വളരെ നിസ്സാരമായി, ഇറക്കമാണല്ലോ, വളരെ നിസ്സാരമായി ഇറങ്ങാം. നിങ്ങൾ ഈ താമരശ്ശേരി ചുരം കടക്കുന്നത് മറ്റൊരു വണ്ടിയിലാണെങ്കിൽ, അതായത് കാറിലോ മറ്റാണെങ്കിൽ, പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇതിലൂടെ യാത്ര ചെയ്യാം. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നുണ്ടല്ലോ, ഈ വീഡിയോ വല്ലാതെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. മറ്റൊരവസരത്തിൽ വളരെ സാവധാനം കാറെടുത്ത് ഇതിലൂടെ യാത്ര ചെയ്യാൻ വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ വയനാട്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും നല്ല ചുരം, എന്തായാലും ചുരം കടന്ന് വേണമല്ലോ വയനാട്ടിലെത്താൻ. പക്ഷേ ഈ താമരശ്ശേരി ചുരം കടന്ന് വളരെ പേടിയില്ലാണ്ട് യാത്ര ചെയ്യാം. പക്ഷേ കണ്ണൂർക്കാർക്ക് ഈ ചുരത്തിനേക്കാളും ഏറ്റവും നല്ലത് പാൽച്ചുരം കടന്നാണ്. പാൽച്ചുരം വളരെ നേരിയ റോഡുകളൊക്കെയാണ്. നേരെ എതിർവശത്ത് നിന്ന് ഒരു വണ്ടി വന്നാൽ പാൽച്ചുരത്തിലൂടെ കടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഈ താമരശ്ശേരി ചുരം വഴി നമ്മൾ പോകുമ്പോൾ ദൂരെയായി കോടമഞ്ഞിൽ പൊതിഞ്ഞ മലനിരകളും ഒക്കെ കണ്ട് സന്തോഷമായി യാത്ര ചെയ്യാം. വലിയ ഗർത്തം പോലെയാണ് ഇവിടുത്തെ കൊക്കകൾ. വളഞ്ഞ് പുളഞ്ഞ് പോകുന്ന റോഡുകൾ. വണ്ടി ഓടിക്കാൻ നല്ല മനോധൈര്യം വേണം. ഇപ്പോൾ 9ാമത്തെ ഹെയർപിൻ അവിടെ വണ്ടി നിർത്തി ആളുകൾ വലിയ ഈ ചുരത്തിൻ്റെ ഏറ്റവും അഗാധമായ കൊക്കകൾ കണ്ട് ആസ്വദിക്കുകയാണ്. നമ്മൾ തിരിച്ച് ചുരം ഇറങ്ങുകയാണ്. വേഗം ഇറങ്ങാം. ഈ 9ാമത്തെ ഹെയർപിന്നിൻ്റെ അവിടെയാണ് വളരെ ആളുകളൊക്കെ അവിടെ വണ്ടി നിർത്തി, വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് വയനാട് മൊത്തത്തിൽ ഇങ്ങനെ കാണാം. അതിമനോഹരമായ കാഴ്ച തന്നെയാണ്. പിന്നെ പല സ്ഥലത്തും ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ കണ്ട സ്ഥലത്തൊന്നും നമുക്ക് വണ്ടി നിർത്താൻ പറ്റില്ല. പോലീസുകാരുടെ ഇടപെടലുകൾ ഉണ്ട്. നമുക്ക് ഈ
ചുരം കഴിയുന്നത് വരെ തൽക്കാലം ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാം. Tell me what you want. Tell me what you want. What could it be now? What could it be now? Do you love me? Do you love me? Do you love me? I want it all. Do you love me? Do you love me? Do you love me? Tell me what you want. Tell me what you want. What could it be now? What could it be now? Do you love me? Do you love me? Do you love me? I want it all. Do you love me? Do you love me? Do you love me? അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഏതാണ്ട് താഴെ എത്തി. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് വളരെ ഡേഞ്ചറസ് സോണാണ്, ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ട് താഴെ എത്തി. മൂന്നാമത്തെ ഹെയർപിൻ വളവുകൾ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഈ താമരശ്ശേരി ചുരം താഴെ കഴിയാറായി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചെത്താം. അതുവരെ ഗുഡ് ബൈ.